മഹാരാഷ്ട്ര എറ്റിഎസിന് കനത്ത തിരിച്ചടി സമ്മാനിച്ചിരിക്കുകയാണ് ഹൈക്കോടതി വിധി. 2006 രാജ്യം ഞെട്ടിയ മുംബൈ ട്രെയിൻ സ്ഫോടനം. ഈ സ്ഫോടനത്തിൽ കീഴ്ക്കോടതി 12 പേരെയാണ് ശിക്ഷിച്ചത്. ഈ 12 പേരെയും ബോംബെ ഹൈക്കോടതി കുറ്റവിമുക്തരാക്കിയിരിക്കുകയാണ്. ഇതോടെ കേസ് അന്വേഷിച്ച മഹാരാഷ്ട്ര എറ്റിഎസിന് അതൊരു കനത്ത പ്രഹരമായിരിക്കുന്നു. വിധി സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പറഞ്ഞെങ്കിലും എവിടെയാണ് അന്വേഷണ സംഘത്തിന് പിഴച്ചത് എന്ന് അറിയണമല്ലോ. ആ വിഷയം ചർച്ചയാവുകയാണ്. 2015 വിചാരണ കോടതി കേസിലെ 13 പ്രതികളെ കുറ്റക്കാരായി കണ്ടെത്തിയിരുന്നു. ഇവരിൽ 5 പേർക്ക് വധശിക്ഷയും മറ്റുള്ളവർക്ക് ജീവപര്യന്തം തടവുമായിരുന്നു വിധിച്ചത്. ജസ്റ്റിസ് അനിൽ കിലോർ, ജസ്റ്റിസ് ശ്യാം ചന്ദക് എന്നിവരടങ്ങിയ ഹൈക്കോടതി ബെഞ്ച് പ്രതികൾക്കെതിരായ കേസ് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് നിരീക്ഷിച്ചു. 2006 ജൂലൈ 11 രാജ്യം ഞെട്ടിത്തെറിച്ച സംഭവം ഉണ്ടാകുന്നത്. മുംബൈയിലെ തിരക്കേറിയ സബർബൻ ട്രെയിനുകളിൽ നടന്ന സ്ഫോടനത്തിൽ 189 പേർ കൊല്ലപ്പെടുകയും 824 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 11 മിനിറ്റുകൾക്കിടെ മുംബൈയിലെ പല ലോക്കൽ ട്രെയിനുകളിലായി 7 ബോംബ് സ്ഫോടനങ്ങളാണ് നടന്നത്. സ്ഫോടനത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നതിനായി റിഗ്ഡ് പ്രഷർ കുക്കറുകൾ ഉപയോഗിച്ചു. ആദ്യത്തെ സ്ഫോടനം വൈകുന്നേരം 6:24 സംഭവിക്കുന്നു. അവസാനത്തേത് വൈകുന്നേരം 6:35. ചർച്ച് ഗേറ്റിൽ നിന്നുള്ള ട്രെയിനുകളുടെ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റുകളിലാണ് ബോംബുകൾ സ്ഥാപിച്ചിരുന്നത്. മാട്ടുങ്ക റോഡ്, മാഹിം ജംഗ്ഷൻ, ബാന്ദ്ര, ഖാർ റോഡ്, ജോഗേശ്വരി, ഭയാന്തർ, ബോറിവാലി എന്നീ സ്റ്റേഷനുകൾക്ക് സമീപത്ത് വെച്ചാണ് സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഓഗസ്റ്റ് ആയപ്പോഴേക്കും കേസിൽ പങ്കുണ്ട് എന്നാരോപിച്ച് 13 പേരെ ATS അറസ്റ്റ് ചെയ്തു. പ്രതികൾ നിരോധിത സംഘടനയായ സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യയിലെ അംഗങ്ങളാണ് എന്നും ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയിലെ പാകിസ്ഥാൻ അംഗങ്ങളുമായി ഗൂഢാലോചന നടത്തിയെന്നും ATS കണ്ടെത്തി. 2015 വിചാരണ കോടതി സ്ഫോടന കേസിൽ 13 പേരെ കുറ്റക്കാരായി കണ്ടെത്തി. മഹാരാഷ്ട്ര കൺട്രോൾ ഓഫ് ഓർഗനൈസ്ഡ് ക്രൈം ആക്ടിന്റെ പ്രത്യേക കോടതിയാണ് വിധി പറഞ്ഞത്. ഫൈസൽ ഷെയ്ഖ്, ആസിഫ് ഖാൻ, കമാൽ അൻസാരി, എഹ്തശാം സിദ്ദിഖി, നവീദ് ഖാൻ എന്നീ പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചു. ഗൂഢാലോചനയിൽ പങ്കാളികളായ മറ്റ് 7 പ്രതികളായ മുഹമ്മദ് സാജിദ് അൻസാരി, മുഹമ്മദ് അലി, ഡോക്ടർ തൻവീർ അൻസാരി, മജീദ് ഷാഫി, മുസമ്മിൽ ഷെയ്ഖ്, സൊഹൈൽ ഷെയ്ഖ്, സമീർ ഷെയ്ഖ് എന്നിവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. ബോംബെ ഹൈക്കോടതിയുടെ വിധിയോടെ 12 പ്രതികളെയും വെറുതെ വിടുകയായിരുന്നു. ഒരാൾ തടവിൽ കഴിയുന്നതിനിടെ മരിക്കുകയും ചെയ്തു. കീഴ്ക്കോടതി വിധിയെ ചോദ്യം ചെയ്ത് പ്രതികൾ സമർപ്പിച്ച അപ്പീൽ പരിഗണിച്ചാണ് ഹൈക്കോടതി പ്രതികളെ വെറുതെ വിട്ടത്. പ്രതികളെ തിരിച്ചറിഞ്ഞ സാക്ഷികളുടെ വിശ്വാസ്യത, ഉപയോഗിച്ച സ്ഫോടക വസ്തുക്കൾ എന്നിവ പ്രോസിക്യൂഷന് സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല എന്ന് പ്രതികളെ വെറുതെ വിട്ട വിധിയിൽ ബോംബെ ഹൈക്കോടതി നിരീക്ഷിച്ചു. പ്രതികളുടെ കുറ്റസമ്മത മൊഴികൾ സത്യസന്ധമല്ല എന്നും കുറ്റസമ്മതം നടത്താൻ പ്രതികളെ പീഡിപ്പിച്ചു എന്ന പ്രതിഭാഗത്തിന്റെ വാദവും അംഗീകരിക്കപ്പെട്ടു. പ്രതിയുടെ തിരിച്ചറിയൽ പരിശോധനാ പരേഡ് ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. തിരിച്ചറിയൽ പരേഡ് നടത്തിയ സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് അങ്ങനെ ചെയ്യാൻ അധികാരമില്ല എന്നും ചൂണ്ടിക്കാട്ടി. ദൃക്സാക്ഷികളുടെ മൊഴികൾ വിശ്വസനീയമല്ല എന്നും കോടതി വ്യക്തമാക്കി. പ്രതികളെ ചർച്ച് ഗേറ്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ ടാക്സി ഡ്രൈവർമാർ, പ്രതികൾ ട്രെയിനുകളിൽ ബോംബുകൾ സ്ഥാപിക്കുന്നത് കണ്ട സാക്ഷികൾ, ബോംബുകൾ കൂട്ടിച്ചേർക്കുന്നതിലെ സാക്ഷികൾ, ഗൂഢാലോചനയിലെ സാക്ഷികൾ എന്നിവർ ഉൾപ്പെടെ 8 സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചു എന്ന ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ഈ സാക്ഷികളിൽ ഓരോരുത്തരുടെയും മൊഴികൾ ഹൈക്കോടതി സൂക്ഷ്മമായി പരിശോധിക്കുകയും ചെയ്തു. ടാക്സി ഡ്രൈവർമാർ സംഭവം നടന്ന് 100 ദിവസത്തിലേറെയായി മൗനം പാലിച്ചു എന്നും 2006 നവംബർ 3 മാത്രമാണ് 2 പ്രതികൾ അവരുടെ ടാക്സികളിൽ യാത്ര ചെയ്തതായി പോലീസിന് മൊഴി നൽകിയത് എന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഇത്രയും നീണ്ട ഇടവേളയ്ക്ക് ശേഷം പ്രതികളെ തിരിച്ചറിയുന്ന മുഖവും വിവരണവും ഓർമ്മിക്കാൻ പ്രത്യേക കാരണമൊന്നുമില്ല എന്ന് കോടതി നിരീക്ഷിച്ചു. പ്രതികൾ ട്രെയിനുകളിൽ ബോംബുകൾ സ്ഥാപിക്കുന്നത് കണ്ടു എന്ന് അവകാശപ്പെട്ട സാക്ഷികളുടെ മൊഴികളിലും പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത്. പ്രതിയും മറ്റു ചിലരും ബോംബുകൾ നിർമ്മിക്കുന്നത് കണ്ടതായി സാക്ഷികളിൽ ഒരാൾ പറഞ്ഞിരുന്നു. ക്രോസ് വിസ്താരത്തിനിടെ താൻ വീട്ടിൽ കയറിയിട്ടില്ല എന്നും ഒപ്പമുണ്ടായിരുന്ന ഒരു സുഹൃത്താണ് ബോംബുകളെ കുറിച്ച് തന്നോട് പറഞ്ഞത് എന്നും മൊഴി മാറ്റുകയും ചെയ്തു. പ്രതികളുടെ രേഖാചിത്രങ്ങൾ വരയ്ക്കാൻ സഹായിച്ച സാക്ഷിയുടെ മൊഴിയിൽ അദ്ദേഹത്തെ വിചാരണയ്ക്ക് വിളിച്ചിട്ടില്ല എന്നും കോടതിയിൽ പ്രതിയെ തിരിച്ചറിയാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. RDX ഗ്രാന്യൂളുകൾ, ഡിറ്റണേറ്ററുകൾ, കുക്കറുകൾ, സർക്യൂട്ട് ബോർഡുകൾ, കൊളുത്തുകൾ, മാപ്പുകൾ എന്നിവ ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ട തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് വസ്തുക്കൾ കൊണ്ടുപോകുന്നത് വരെ കേടുകൂടാതെ ഇരിക്കേണ്ട ശരിയായ കസ്റ്റഡിയും ശരിയായ സീലിംഗും സ്ഥാപിക്കുന്നതിലും തെളിയിക്കുന്നതിലും പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. 2 പ്രതികളിൽ നിന്ന് കണ്ടെടുത്ത സർക്യൂട്ട് ബോർഡുകൾ ഈ കേസിൽ ഉപയോഗിച്ച ബോംബുകൾ സ്ഥാപിക്കുന്നതിനാണ് എന്ന തെളിവുകൾ രേഖപ്പെടുത്തുന്നതിന് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്നും ജഡ്ജിമാർ നിരീക്ഷിച്ചു. കുറ്റസമ്മത മൊഴികളിലെ വൈരുദ്ധ്യം, കുറ്റസമ്മതം രേഖപ്പെടുത്തുന്നതിന് മുൻപോ ശേഷമോ ഉദ്യോഗസ്ഥർ നടത്തിയ കത്തിടപാടുകളിലെ വ്യത്യാസങ്ങൾ, കുറ്റസമ്മതങ്ങൾ സ്വമേധയാ ഉള്ളതാണ് എന്ന് സ്ഥാപിക്കുന്നതിന്
നിയമപ്രകാരം മക്കോക്ക് നിയമപ്രകാരം നിർബന്ധമാക്കിയ സർട്ടിഫിക്കറ്റിന്റെ അഭാവം ഇത് ഉൾപ്പെടെയും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. KEM ആശുപത്രിയിലെയും ഭാഭ ആശുപത്രിയിലെയും ഡോക്ടർമാരുടെ മെഡിക്കൽ തെളിവുകൾ പരിശോധിച്ച കോടതി കുറ്റസമ്മതം നടത്തുന്നതിനായി പ്രതികളെ പീഡിപ്പിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് സൂചനകൾ നൽകിയിട്ടുണ്ട് എന്നും അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.